ഇത്തവണത്തെ മുന്തിരിക്കൊലകളിൽ ഏറ്റവും ആദ്യം ഉണ്ടായതാണ്. ചെറിയ കൊലയേ ഉള്ളൂ, ആകെ 5 മുന്തിരിങ്ങകളേ ഉള്ളൂ. പക്ഷെ ഒരെണ്ണം പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ആ വയലറ്റ് നിറം കണ്ടില്ലേ, അതിന് സാങ്കേതികമായിട്ട് പറയുന്നത് വെറൈസോൺ എന്നാണ്. ആ നിറം മാറ്റം വന്നില്ലേ, അപ്പോൾ ആ സമയത്താണ് അതിന് മധുരം വരുന്നത്. അതിന് മുമ്പ് പച്ചയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല പുളിയായിരിക്കും. കഴിഞ്ഞ തവണ ഈ നിറം മാറ്റം വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് തന്നെ പറിച്ച് നോക്കി, നല്ല പുളിയായിരുന്നു, തുപ്പിക്കളഞ്ഞു. ഇത് പക്ഷേ നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും അത്യാവശ്യം രുചിയുള്ള മുന്തിരിങ്ങയായിരിക്കും. ഞാൻ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് പഴുത്തിട്ട് എടുക്കാമെന്ന് വിചാരിക്കണം. അതിൻ്റെ ഇടയിൽ കിളി കൊത്തി പോകുമെന്നറിയില്ല. മുന്തിരിവള്ളി നല്ലോണം പടർന്നുണ്ട്. ഇതാണ് മുന്തിരിയുടെ പൂവ്. അധികാരം കണ്ടിട്ടുണ്ടാവില്ല. ആ കുഞ്ഞു വെള്ള പൂക്കൾ, ഒരു പൂക്കൊലയാണത്. അവിടെ മുന്തിരി ഉണ്ടായിരുന്നു. ഇത് വേറൊരു മുമ്പേ ഉണ്ടായ മുന്തിരിക്കൊലയാണ്. ഒക്കെ ഇങ്ങനെ തിരഞ്ഞ് നോക്കണം. നല്ല കട്ടിയിൽ അവിടെ ഒരു മുന്തിരി പൂങ്കുല കണ്ടില്ലേ, ഇത് കാണില്ല പലപ്പോഴും. എന്താ പറ്റുമെന്ന് വെച്ചാൽ ഈ നല്ലോണം മുന്തിരിക്കൊല അങ്ങ് ഉള്ളിലാണ്. നല്ലോണം അടുത്ത മുന്തിരിക്കൊല അല്ല, ഒരു മുന്തിരിക്കൊല ഉള്ളിലുണ്ട്. മുന്തിരി പൂങ്കൊല കുറച്ച് ചെറിയ മുന്തിരിങ്ങകളും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ഇതൊക്കെ ഇങ്ങനെ തപ്പി എടുക്കണം. മിക്കവാറും എന്താ വെച്ചാൽ കണ്ണിൽ തട്ടുന്ന രീതിയിൽ ഇല വളരുമ്പോൾ ഇലകൾ ചെടികളുടെ ചെറിയ ശിഖരങ്ങളൊക്കെ മുറിച്ച് കളയാൻ നോക്കുമ്പോഴാണ് ഉള്ളിലിങ്ങനെ മുന്തിരിങ്ങകൾ കാണാം. തപ്പിയെടുക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ വരണം, ഇങ്ങോട്ട് നോക്കുമ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞവർ ഓരോ മുന്തിരിക്കൊലകൾ കാണാൻ നല്ല രസമാണ്. ഇത് അധികം ഇലകളൊന്നും ഇല്ലാത്ത സ്ഥലത്താണുള്ളത്. കണ്ടാൽ നിറയെ വിറകും കൊള്ളികളുടെ ഇടയിൽ കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായി നിൽക്കണു. അവിടെയുള്ള ഇലകളൊക്കെ വാടിയ ഭാഗത്താണത്. പുറത്തേക്ക് നല്ലോണം ഇലകളുണ്ട്. ഇതൊരു കാക്കക്കൂട്ടിൻ്റെ അകത്തിരിക്കുന്ന പോലെയൊക്കെയാണ് കണ്ടാൽ തോന്നുക.